ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭ പ്രേക്ഷിത സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വലിയൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അതിൽ തന്നെ കത്തോലിക്ക സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം പുരോഹിതരുള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. എങ്ങനെയാണ് പൗരോഹിത്യ ജീവിതത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ സാധിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോവുക. അതിനു മുൻപ് ആരാണ് പുരോഹിതനെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒത്തിരി അച്ഛന്മാരെയൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഈ പുരോഹിതർ എന്നുള്ളത്? വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പുരോഹിതൻ എന്നത് ഒരു മീഡിയേറ്ററാണ്, ഒരു മധ്യവർത്തിയാണെന്ന് പറയാം. ആരുടെ ഇടയിലുള്ള മീഡിയേറ്ററാണ്? ദൈവത്തിനും ജനത്തിനും ഇടയിൽ മധ്യവർത്തികളായി ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതർ. എന്ത് മീഡിയേഷനാണ് ഇവിടെ പുരോഹിതർ നടത്തുന്നത്? അല്ലെങ്കിൽ പുരോഹിതരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് എവിടെയാണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സുപരിചിതരായ പുരോഹിതരുടെ പേരുകൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആദ്യം കണ്ടെത്തുന്ന പുരോഹിതൻ എന്ന് പറയുന്നത് മെൽക്കിസദേക്കാണ്. മെൽക്കിസദേക്കിനെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവാം. നമ്മൾ ഈശോയെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും പുരോഹിതനായിരിക്കും. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആദ്യം കണ്ടെത്തുന്ന പുരോഹിതൻ എന്ന് പറയുന്നത് മെൽക്കിസദേക്കാണ്. പിന്നീട് നിങ്ങൾ അഹറോനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അതിനുമപ്പുറത്തേക്ക് ഒരു പുരോഹിത വംശമായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കണ്ടെത്തുന്നത് ലേവ്യരെയാണ്. അങ്ങനെ പഴയ നിയമ പശ്ചാത്തലത്തിൽ തന്നെ ഒരു പുരോഹിത ജനം ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഈ പഴയ നിയമ പുരോഹിതരും ഇന്നത്തെ പുരോഹിതരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോവുക. നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു, പുരോഹിതരെന്ന് പറഞ്ഞാൽ ആരെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരു മീഡിയേറ്ററാണ്. അത് പഴയ നിയമത്തിലും അതെ, പുതിയ നിയമത്തിലും അതെ. എന്നാൽ പഴയ നിയമ പുരോഹിതരും പുതിയ നിയമ പുരോഹിതരും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലും പുരോഹിതർ ചെയ്തിരുന്ന എന്താണ്? ജനത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ബലികൾ അർപ്പിച്ചിരുന്നു. പല തരത്തിലുള്ള ബലികളെക്കുറിച്ച് നമ്മൾ ആദ്യ 5 പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ദഹനബലിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പല തരത്തിലുള്ള ബലികളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഈ ബലികൾ എല്ലാം അപൂർണങ്ങളാണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഈ ബലികളെല്ലാം അപൂർണങ്ങളായിരിക്കുന്നത്? കാരണം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു രക്ഷ, വിമോചനം നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ജനത്തിൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമായിട്ട് പുരോഹിതർ കടന്നു ചെല്ലുന്നു. നമുക്കറിയാം, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ പുരോഹിതർ ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഇനി നേരെ മറിച്ച് പുതിയ നിയമ പുരോഹിതരെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, പുതിയ നിയമ പുരോഹിതരുടെ എല്ലാം ഉത്തമ ഉദാഹരണവും ഏക പുരോഹിതനെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്നത് ആരാണ്? ഈശോയാണ്. അപ്പോൾ ഈശോ അർപ്പിച്ച ബലിയുടെ പ്രത്യേകത എന്തായിരുന്നു? മിശിഹ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏക ബലി അർപ്പിച്ചു. കാരണം ഈശോ അർപ്പിച്ച ബലി പരിപൂർണമായിരുന്നു. ഇനി അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്കിൽ പിന്നെ എന്തിനാണ് നമുക്കിപ്പോൾ പുരോഹിതരെന്ന്? ഇപ്പോൾ പുരോഹിതർ ശരിക്കും എന്താ ചെയ്യുന്നത്? ഈശോ അന്ന് അർപ്പിച്ച പൂർണ്ണമായ ബലിയിൽ അവർ വീണ്ടും വീണ്ടും എന്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്? പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബലി ഒരു തവണ അർപ്പിച്ചു, അത് എന്നേക്കുമാണ്, അത് പൂർണ്ണമാണ്. എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ബലിയുടെ അനുസ്മരണം നടത്തുന്നു, ആ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് പഴയ നിയമ പുരോഹിതരും ഈശോയും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. പഴയ നിയമ പുരോഹിതർ അർപ്പിച്ചിരുന്ന ബലികളെന്ന് പറഞ്ഞാൽ അപൂർണങ്ങളായിരുന്നു, പാപങ്ങളകറ്റാൻ കഴിവില്ലാത്തതായിരുന്നു. എന്നാൽ ഈശോ നമുക്ക് വേണ്ടി, മനുഷ്യവംശത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ എന്നേക്കുമായിട്ട് ബലി അർപ്പിച്ചു. ആ ബലിയിൽ നമ്മൾ അനുദിനം പങ്കുപറ്റിക്കൊണ്ടിരിക്കുന്നു. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 26-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാനായിട്ട് ഈശോ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രത്യക്ഷീകരണത്തിൽ ബലിയുടെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റും,
ഈശോ നടത്തിയ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായിരുന്നു? കാൽവരിയുടെ വിരിമാറിൽ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് നടത്തിയ ബലിയർപ്പണമായിരുന്നു. നമുക്കറിയാം, ഈശോ പല രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുണ്ട്. ഗലീലിയയിലെ കടൽ തീരത്തിലൂടെ ഈശോ നടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വഞ്ചിയുടെ തുഞ്ചത്തിരുന്ന് സംസാരിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. മലമുകളിൽ സംസാരിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ഈശോയെ കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈശോ നടത്തിയ മലയിലെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ഈ പ്രസംഗങ്ങളെക്കാളൊക്കെ ഏറ്റവും വലുത് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് കാൽവരിയുടെ വിരിമാറിൽ ഈശോ തൻ്റെ തന്നെ ജീവൻ അർപ്പിച്ചത്. അവിടെ ബലിയുടെ പൂർണ്ണതയുണ്ടായിരുന്നു, അവിടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പൂർണ്ണത ഉണ്ടായിരുന്നു. അപ്പം ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബലിയർപ്പണത്തിലേക്കാണ്. ഏതു തരത്തിലുള്ള ബലിയർപ്പണമാണ്? തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൽ പുരോഹിത ഗണം എന്ന് നമുക്ക് വിളിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ വൈദികർ മാത്രമാണോ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. പൗരോഹിത്യത്തിന് 2 മാനങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് പൊതു പൗരോഹിത്യം, 2 ശുശ്രൂഷ പൗരോഹിത്യം. എന്താണ് പൊതു പൗരോഹിത്യം? മാമോദീസായും തൈലാഭിഷേകവും സ്വീകരിച്ചിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളും വിളിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം എന്നുള്ളത് ഒരിക്കലും പുരോഹിതരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യമല്ല. ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഞാനും നിങ്ങളും നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പൊതു പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം? ശുശ്രൂഷ പൗരോഹിത്യം എന്ന് വെച്ചാൽ ചില ആളുകളെ ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് നിയോഗിച്ച് അവരെ മാറ്റി നിർത്തുന്നു. അതൊരു വിളിയാണ്. ആ വിളിയിൽ അവർ എന്ത് ചെയ്യപ്പെടുന്നു? എല്ലാ അർത്ഥത്തിലും അവർ മാറ്റി നിർത്തപ്പെടുകയാണ്. അതൊരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതല്ല, പ്രത്യേകമായിട്ട് ദൈവത്തിനായിട്ട് മാറ്റി വയ്ക്കപ്പെടുകയാണ്. അങ്ങനെ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നതിനെയാണ് നമ്മൾ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത്. നമ്മുടെ വൈദികരെല്ലാവരും ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. പൊതു പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. അതിനെ നമ്മൾ പൊതു പൗരോഹിത്യം എന്ന് പറയുന്നു. എന്നാൽ ദൈവിക കാര്യങ്ങൾക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരാണ് ഏതിൽ പങ്കെടുക്കുന്നത്? ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നു. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിളിയാണ്. എന്തിലേക്കുള്ള വിളിയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓർത്ത് നോക്കി, ഒരാൾ പുരോഹിതനാവുന്നത് ഒരിക്കലും അയാളുടെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ആരുടെ തിരഞ്ഞെടുപ്പാണ്? അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇതൊരാളുടെ വ്യക്തിപരമായ ഒരു ഇഷ്ടത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്നതാണോ? അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ വിളിയുള്ളവർക്ക് മാത്രമേ എന്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ? ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു വൈദികൻ്റെ പരിശീലന കാലഘട്ടം ഒരു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 12 വർഷത്തോളമൊക്കെ ഒരു ഇടവക വൈദികരാണ് നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിശീലന പ്രക്രിയയിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും വളരെ ലളിതമായിട്ടുള്ള കാര്യമാണല്ലോ. പൊതുവേ നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സെമിനാരി ജീവിതം വളരെ സുഖകരമാണ്, അവർ വേറെ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അല്പം പഠനം അല്പം കളി, വളരെ സന്തോഷമായിട്ട് പോകുന്നു. പക്ഷെ നമ്മൾ ഓർക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിളിച്ച് മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിൽ, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നൊക്കെ വിട്ട് ഒരു പുതിയ അന്തരീക്ഷത്തിൽ, നമുക്കറിയാം സെമിനാരിൽ ഒരാളൊക്കെ ചേരുന്ന സമയം സാധാരണ ഇതിലൊരു 18 വയസ്സൊക്കെയാണ്. ആ ഒരു അഡോളസെൻ്റ് ഏജിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ പരിവർത്തനങ്ങൾ സംഭവിച്ച ഒത്തിരി ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരാൾ പുരോഹിതനാകുന്ന ആ നിമിഷങ്ങൾ, നിങ്ങളൊക്കെ ഒത്തിരി തിരുപ്പെട്ട ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ തിരുപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് തന്നെ നമുക്ക് വലിയ ദൈവാനുഗ്രഹം ലഭിക്കുന്ന ഒരു അവസരമാണ്. കാരണം എന്താ? അവിടെ ഒരു വലിയ കൈവപ്പിൻ്റെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയമുള്ളൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മറ്റാരുമല്ല,
ഗാന്ധിനഗർ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത ആയ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഇഗ്നേഷ്യസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എങ്ങനെയാണ് ഒരാൾ വിളി തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ തോമസ് ഇഗ്നേഷ്യസ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം BSc ഡിഗ്രി നേടി. അതിനുശേഷം അദ്ദേഹത്തിന് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയിൽ ഒരു ജോലി ലഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന് SBI ബാങ്ക് ജോലി ലഭിച്ചു. ആ കാലഘട്ടത്തിൽ 28ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തൻ്റെ വിളി തിരിച്ചറിയുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ കാലങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ തീ കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളൊക്കെയാണ് ഇന്ന് പല ആളുകളും ഒരു ജോലി കിട്ടാനായിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കിട്ടിയ ജോലിയെ ഉപേക്ഷിച്ച് കർത്താവ്, നമുക്കറിയാം, കർത്താവ് പല ആളുകളെയും വിളിക്കുമ്പോൾ അവർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷേ അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെന്താ? ഈശോയുടെ പുറകെ പോയി. അതുപോലെ ഡോക്ടർ തോമസ് ഇഗ്നേഷ്യസും വിളി തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയുടെ പുറകെ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്: ഭാവുനഗറിലെ സാധാരണ കത്തോലിക്കനും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്ന എന്നെ ഇന്ന് ഒരു മെത്രാപ്പൊലീത്ത ആക്കിയതിന് പിന്നിൽ ദൈവപരിപാലനയുടെ കരം ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ വിളിക്ക് നമ്മൾ എപ്രകാരമാണ് ഉത്തരം നൽകുന്നത്? ആ ഉത്തരം നൽകലിൻ്റെ പൂർണ്ണതയിലാണ് ഇന്ന് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒട്ടനവധി വൈദികരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഇനി പൗരോഹിത്യത്തിന്, പ്രത്യേകിച്ച് ശുശ്രൂഷ പൗരോഹിത്യത്തിന് പൊതുവായിട്ടുള്ള ഒരു ഹൈറാർക്കി, ഒരു ഘടനയുണ്ട്. ഞാൻ പറഞ്ഞു, ഒറ്റ പുരോഹിതനെ നമുക്കുള്ളൂ, നിത്യനായ പുരോഹിതൻ ഈശോ. എല്ലാ പുരോഹിതരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ്. അതൊരു കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഭിക്കുന്നത്. ഈശോയിൽ നിന്ന് അത് ആർക്ക് ലഭിച്ചു? അപ്പസ്തോലന്മാർക്ക് ലഭിച്ചു, സ്ലീഹന്മാർക്ക് ലഭിച്ചു. ഈ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ച പൗരോഹിത്യത്തിൽ പങ്കുപറ്റാനായിട്ടുള്ള അവസരം സ്ലീഹന്മാർ ആർക്ക് നൽകി? മെത്രാന്മാർക്ക് നൽകി. അപ്പോൾ ശരിക്കും ഈ കൈവപ്പ് ശുശ്രൂഷയുടെ പൂർണ്ണത നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത് മെത്രാന്മാരിലാണ്. മെത്രാന്മാരുടെ സഹകാരികൾ ആയിട്ട് വർദ്ധിക്കുന്നതാണ് ആര്? വൈദികർ. അപ്പം ഈശോ എന്ന നിത്യപുരോഹിതൻ, ആ നിത്യപുരോഹിതൻ്റെ പൗരോഹിത്യത്തിൽ കൈവപ്പ് വഴി സ്ലീഹന്മാർ പങ്കാളികളായി, സ്ലീഹന്മാരുടെ കൈവപ്പ് വഴി മെത്രാന്മാരും, മെത്രാന്മാരുടെ കൈവപ്പ് വഴി വൈദികരും അതിൽ പങ്കുപറ്റും. ഇനി എന്തൊക്കെയാണ് ഒരു പുരോഹിതൻ്റെ ധർമ്മങ്ങൾ എന്നുള്ളതാണ്, ഉത്തരവാദിത്വങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് നയിക്കുക എന്നുള്ളതാണ്. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേതാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് 3 കാര്യങ്ങളും, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, ഇവ 3ഉം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും 3ഉം വളരെ പ്രധാനപ്പെട്ടതുമാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ജനവും മിശിഹായുടെ മൗതിക ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായ സഭയെ ഈ ലോകത്തിൽ നിരന്തരം പടുത്തുയർത്തുക എന്നതാണ് പുരോഹിതരുടെ അടിസ്ഥാന ദൗത്യം. പുരോഹിതരുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്: ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഓരോ പുരോഹിതനെ നിങ്ങൾ കാണുമ്പോഴും ആരെയാണ് നിങ്ങൾ കാണേണ്ടത്? അവിടെ ക്രിസ്തുവിനെ തന്നെയാണ് കാണേണ്ടത്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഓരോ പുരോഹിതരും നിലകൊള്ളുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചേക്കുക. ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രവർത്തനം കൂടി നിങ്ങൾക്ക് തരികയാണ്. അതിപ്രകാരമാണ്: വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത 3 ആളുകളെ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പുരോഹിതരെയും ഈശോയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.